വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ BMW വാഹനങ്ങളിൽ വരുന്ന വാൽവ് ട്രോണിക് എന്നൊരു സംഭവമുണ്ട്, സിലിണ്ടർ ഹെഡിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാൽവ് ട്രോണിക് എന്ന സംഭവം 2001 അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് BMW. ഒട്ടുമിക്ക വാഹനങ്ങളിലും ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്യാം ഷാഫ്റ്റിനെ വേരി ചെയ്യുന്നത്. വേരിയബിൾ വാൽവ് ടൈമിങ്ങിൻ്റെ ഒരു സംഭവമാണിത്. അപ്പോൾ അത് ഒട്ടുമിക്ക വാഹനങ്ങളിൽ ഹൈഡ്രോളിക്കലിയാണ് വരുന്നത്. അപ്പോൾ BMW ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക മെക്കാനിസമൊക്കെ നിർമ്മിച്ചെടുത്തിട്ട് അവർ അത് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റമാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ പഴയ കാലത്തെ ബുക്കുകളൊക്കെ നമുക്ക് വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ അത് വായിക്കുന്ന ഒരു ഹോബി എനിക്കുണ്ട്. അപ്പോൾ ഒരുപാട് ബുക്ക് വീട്ടിലുണ്ട്. അപ്പോൾ അതിന് ഞാൻ അങ്ങനെ BMW ഈ വാൽവ് ട്രോണിക്കിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്താണ് അപ്പോൾ അത് നേരിട്ട് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടായി. അപ്പോൾ ഖത്തറിൽ ഞാൻ അങ്ങനെ ജോലിക്ക് പോയപ്പോൾ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്നാണ് ഞാൻ അങ്ങനെ ഒരു സിലിണ്ടർ ഹെഡ് കാണുന്നത്. അപ്പോൾ 6 സിലിണ്ടറുള്ള ഒരു വാഹനത്തിൻ്റെ സിലിണ്ടർ ഹെഡാണിത്. അപ്പോൾ അതിൽ 1-2 ക്യാം ഷാഫ്റ്റൊക്കെ കണ്ട് ആ ഇൻടേക്ക് വാൽവ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ റോക്കറാം കുറേ സംഭവങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതൊരു ജർമ്മൻ ടെക്നോളജിയാണ്, കഴിവാണ് നമ്മളവിടെ കാണുന്നത്. കാരണം ഞാൻ പണ്ട് മുതലേ ചിന്തിക്കലുണ്ട്, ഈ മോട്ടോർ വെച്ചിട്ട് എങ്ങനെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ക്യാം ഷാഫ്റ്റും അതേപോലെ വാൽവ് മെക്കാനിസത്തിനെ അവർ വേരി ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ ഹൈഡ്രോളിക്കലി ആണെങ്കിൽ സിമ്പിളാണ്. ഒട്ടുമിക്ക വാഹനങ്ങളും 90% വാഹനങ്ങളും ഈ ഹൈഡ്രോളിക്കലിയാണ് ഈ ഒരു സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അത് വളരെ ഈസിയാണ് ഒരു സംഭവം. അപ്പോൾ ഇലക്ട്രിക്കലി ഒരു ക്യാം ഷാഫ്റ്റിനെ വേരി ചെയ്യിക്കാൻ നല്ല ഏകദേശം ടഫായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതാണ് അവർ ഈ ഒരു ജർമ്മൻ എഞ്ചിനീയേഴ്സ് ഇവിടെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇൻടേക്ക് വാൽവിലാണ് ഈ ഒരു വേരിയബിൾ വാൽവ് ടൈമിംഗ് സിസ്റ്റം ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ 2 ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇൻടേക്ക് ക്യാം ഷാഫ്റ്റ് വരുന്നുണ്ട്. ഒരു ക്യാം ഷാഫ്റ്റ് ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ആവുന്നതാണ്. മറ്റേ ക്യാം ഷാഫ്റ്റ് ഫുൾ ടൈം ക്രാങ്ക് ഷാഫ്റ്റ് കണക്റ്റഡ് ആണ്. അത് ചെയിൻ വഴി ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാം ഷാഫ്റ്റാണ്. അപ്പോൾ ഈ 2 ക്യാം ഷാഫ്റ്റിന് നടുവിലായിട്ട് 2 റോക്കറാമൊക്കെ വരുന്നുണ്ട്. ഈ 2 റോക്കറാമും മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാൽവിനെ അവർ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടോർ ഉപയോഗിച്ചിട്ട് ഒരു ക്യാം ഷാഫ്റ്റിനെ അവർ ആവശ്യാനുസരണം അഡ്വാൻസോ റിട്ടാർഡോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അതുവഴി ഈ ഒരു വാൽവിൻ്റെ ലിഫ്റ്റ് വേരി ചെയ്യാൻ സാധിക്കും. വാൽവ് കംപ്ലീറ്റ് ഓപ്പണിങ് അതുപോലെ കംപ്ലീറ്റ് ക്ലോസിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാട്ടോ നമ്മളെ സിലിണ്ടർ ഹെഡ്. അപ്പോൾ ഇതൊരു 6 സിലിണ്ടർ എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡ് കേട്ടോ. BMW ഏതൊരു സെഡാൻ ഏതൊരു കാറിൻ്റെ സിലിണ്ടർ ഹെഡാണിത്. ഇത് ഒരു സ്ക്രാപ്പെന്ന് ഞാൻ യാദൃശികമായിട്ട് കണ്ടതാട്ടോ ഈ ഒരു സിലിണ്ടർ ഹെഡ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ വാൽവ് ട്രോണിക് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ മേലെ. അപ്പോൾ ഇവിടെ 2 ക്യാം ഷാഫ്റ്റ് കാണാം. ഒരു ഇൻടേക്ക് ക്യാം ഷാഫ്റ്റ്, ഒരു എക്സോസ്റ്റ് ക്യാം ഷാഫ്റ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ തൊട്ടത് ഇൻടേക്ക് ക്യാം ഷാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മേലെയാണ് ഈ ഒരു വാൽവ് ട്രോണിക് എന്ന സംഭവം ഉള്ളത്. ഇവിടെ ഒരു ഇൻടേക്ക് ക്യാം കാണാം. ഇതൊരു ക്യാം ഷാഫ്റ്റാണ്. ഈ ക്യാം ഷാഫ്റ്റ് ഫുൾ ടൈം കറങ്ങുന്ന ഒരു ക്യാം ഷാഫ്റ്റാണ്. അത് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് ചെയിനിൽ കണക്റ്റഡ് ആണ്. അതുകൂടാതെ അതിൻ്റെ പിന്നിലായിട്ട് വേറൊരു ക്യാം ഷാഫ്റ്റും ഉണ്ട്. ആ ക്യാം ഷാഫ്റ്റ് ഇലക്ട്രിക് മോട്ടറായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ കാണാം ഈ ഒരു മോട്ടറിൻ്റെ കണക്ഷനൊക്കെ ഇവിടെ കാണാം. ആ മോട്ടറായിട്ട് കണക്റ്റായിട്ട് ഒരു വേം ഗിയർ മെക്കാനിസം വരുന്നുണ്ട്. ഇവിടെ കാണാം അതിൻ്റെ ടീത്ത് ഇവിടെ കാണാം. ആ ടീത്ത് ആ ഒരു ക്യാം ഷാഫ്റ്റുമായിട്ട് കോണ്ടാക്റ്റ് ആണ്. അപ്പോൾ ഈ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ചിട്ട് ആ ക്യാം ഷാഫ്റ്റ് ഇത്ര ഡിഗ്രി ട്വിസ്റ്റ് ആവും. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു വാൽവിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങിൻ്റെ പീരീഡ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയുള്ള ആ ഇലക്ട്രിക് മോട്ടറും ആ ഒരു ഗിയർ മെക്കാനിസവും ഇവിടെയുള്ള ഈ ഒരു ക്യാം ഷാഫ്റ്റായിട്ട് കണക്റ്റഡ് ആട്ടോ. അത് ഫുൾ ടൈം കണക്റ്റഡ് ആണ്. ആ മോട്ടർ കറങ്ങുന്നതിനനുസരിച്ചിട്ട് അവിടെയുള്ള ക്യാം ഷാഫ്റ്റ് ചെറുതായിട്ട് കറങ്ങും. ഇത് ഇൻടേക്ക് വാൽവിൻ്റെ സ്പ്രിങ് കേട്ടോ. ആ സ്പ്രിങ്ങിൻ്റെ മേലെ തന്നെ ഒരു റോക്കറാം കാണാം. ചെറിയൊരു റോക്കറാം സാധാരണ വാഹനങ്ങളിലെ കണ്ടുവരുന്നത്. അതുകൂടാതെ അതിൻ്റെ മേലെയായിട്ട് വലിയൊരു റോക്കറാം കാണാം. ആ റോക്കറാമും ഈ ഒരു ക്യാം ഷാഫ്റ്റായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ 2 റോക്കറാം വരുന്നുണ്ട്. അതിൽ മേലുള്ള റോക്കറാമിൻ്റെ മേലെ സ്പ്രിങ് ലോഡഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനെ കറക്റ്റ് ആ സീറ്റ് പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ എൻജിൻ കറങ്ങുമ്പോൾ ഈ ഒരു ക്യാം ഷാഫ്റ്റ് ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ഒരു റോക്കറാം ശരിക്കും ആ ഒരു റോക്കറാമാണ് ഈ താഴെയുള്ള റോക്കറാമിനെ അമർത്തുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇവിടെയുള്ള ഈ ഒരു ക്യാം ഷാഫ്റ്റാണ്. ഈ ക്യാം ഷാഫ്റ്റ് തിരിയുന്നതിനനുസരിച്ചിട്ട് ഈ താഴെയുള്ള റോക്കറാമിനെ അമർത്തുന്നതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും വേരി ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഇതൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളവർ.
സിമ്പിളായിട്ട് പറയുമ്പോൾ 2 ക്യാം ഷാഫ്റ്റ് ഉണ്ട്. 2 ക്യാം ഷാഫ്റ്റിൻ്റെ കൂടെ തന്നെ 2 റോക്ക് റാമും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാം ഷാഫ്റ്റ് ഫുൾ ടൈം കറങ്ങുന്ന ക്യാം ഷാഫ്റ്റാണ്. മറ്റേ ക്യാം ഷാഫ്റ്റ് ഈ മോട്ടർ ഉപയോഗിച്ചിട്ട് മാത്രം ഒന്ന് ജസ്റ്റ് ഇത്ര ഡിഗ്രി ആംഗിൾ കറങ്ങുന്ന ഒരു ക്യാം ഷാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ 2 റോക്ക് റാം മെക്കാനിസം കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്കി സംഭവമാണ് ഇവിടെ ഉള്ളത്. വേറെ വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഒരു ഇൻടേക്ക് വാൽവ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ഈ ഒരു ECM കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് വഴി നമുക്ക് എഞ്ചിൻ്റെ പവർ കൂട്ടാൻ സാധിക്കും. ത്രോട്ടിൽ ബോഡീൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട്. ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഇലക്ട്രിക് മോട്ടർ കറങ്ങുന്ന സമയത്ത് ഈ ഒരു വാൽവ് ഫുൾ ടൈം ഓപ്പൺ ആക്കി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു വാൽവ് ഫുൾ ടൈം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ എഞ്ചിൻ വെറുതെ കടന്ന് കറങ്ങും. ഇതിൻ്റെ കംപ്രഷൻ ഈ ഒരു ഇൻടേക്ക് വാൽവ് വഴി ലീക്കായി കൊണ്ടിരിക്കും പുറത്തേക്ക്. അപ്പോൾ ഇലക്ട്രിക് മോട്ടറിൽ ഈ ഒരു വാഹനത്തിനെ മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഈ ഒരു എഞ്ചിൻ ഫ്രീ ആയിട്ട് കറങ്ങും ചെയ്യും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഹൈബ്രിഡ് വാഹനങ്ങളിലും ആ ഒരു സിസ്റ്റം കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്തതാണ് ഈ ഒരു സംഭവം. ഈ സിസ്റ്റത്തിൽ വല്ല ഡൗട്ട് കാര്യങ്ങളുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.